എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. സോ ഗൈസ്, നമ്മളിന്ന് ചിമ്നി ഡാം കാണാൻ പോവാണ്. ചിമ്നി ഡാമല്ല, ശരിക്കും ആ റോഡിലൊന്ന് വണ്ടി ഓടിച്ച് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ പോവാണ്. അപ്പോൾ ഞാനും റെജി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇന്ന് തജീനിൽ പോയി ബിരിയാണിയൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളായിട്ടാണ് വന്നിരിക്കുന്നത്. പിള്ളേർ ശോഭ മാളിൽ വിട്ടു. അപ്പോൾ ഞങ്ങൾ റൊമാൻറ്റിക് യാത്രയ്ക്ക് പോവാണ്. പക്ഷേ ഇന്ന് മഴയൊന്നുമില്ല, അതുകൊണ്ട് എത്രത്തോളം സീനിയറൊക്കെ ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ. എന്തായാലും അവിടെ എത്തിയിട്ട് നമുക്ക് വീഡിയോ ഒക്കെ കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ തൃശ്ശൂർ എറണാകുളം ഹൈവേ കൂടെ ഒരുപാട് നേരം യാത്ര ചെയ്തു. ഒരു 20 മിനിറ്റോളം യാത്ര ചെയ്ത് കാണും. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ എന്താ പറയുക, ചാലക്കുടി എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് ഈ വഴിയിലേക്ക് കയറി. പിന്നെ അവിടുന്ന് ഒരു 10-15 മിനിറ്റോളം സാധാരണ ഗ്രാമങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന ഒരു മനോഹരമായുള്ളൊരു വഴിയിൽ കൂടെയാണ്. അപ്പോൾ ഈ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ക്യാമറ എടുത്ത് റെക്കോർഡ് ചെയ്യാൻ തോന്നി. അത്രയും മനോഹരമാണ് ഈ ഒരു കാഴ്ച നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി വഴി, നല്ല റോഡ്. പക്ഷേ ചെറുതായിട്ടൊരു ബമ്പിനെസ് ഉണ്ട് റോഡിൽ. നല്ല പുതിയ റോഡാണ്, പക്ഷേ അത്യാവശ്യം കുറച്ച് ബമ്പിനെസ് ഒക്കെ ഉണ്ട്. അപ്പോൾ വണ്ടി അത് ഷേക്കിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്യാമറ ഒക്കെ ഷേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ ഈ ഒരു മനോഹരമായ വ്യൂ, ഇവിടെ മൊത്തം എന്താ പറയുക, റബ്ബർ എസ്റ്റേറ്റുകളാണ് മൊത്തം ഇരുവശത്തും. എനിക്ക് തോന്നുന്നു ഇവിടെ റബ്ബറിൻ്റെ ഒരുപാട് എസ്റ്റേറ്റുകൾ ഈ ഭാഗത്തായിട്ട് വരുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് തൃശ്ശൂർ ഇത്രമാത്രം റബ്ബറും സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് ആദ്യമായിട്ടാണ് എനിക്ക് അറിയാൻ പറ്റുന്നത്. ഞാൻ ഈ വഴി ഇതുവരെ വന്നിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ വഴി വരുന്നത്. എത്രയും വർഷങ്ങളായി ഞങ്ങൾ ഇതുവരെ ചിമ്നി ഡാം കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഞാനിതാ ചിമ്നി ഡാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതും അതിമനോഹരമായുള്ള ഇതൊരു വഴി കണ്ടില്ലേ. ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് റബ്ബർ തോട്ടങ്ങൾക്കിടയിലാണ്. അതിഗംഭീരവും മനോഹരമായ റബ്ബർ തോട്ടങ്ങൾ. ഓ, എന്താ വ്യൂ! മൈ ഗോഡ്, ഒരു രക്ഷയില്ല ഗൈസ്. വേറെ ഏതോ ലോകത്ത് വന്ന പോലെ കേട്ടോ. എൻ്റെ മോനെ, ഇതൊരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ. കണ്ടില്ലേ, അടിയിൽ പച്ചപ്പ്, മുകളിൽ നീലാകാശം. ഓ, ആ കളർ കോമ്പിനേഷൻ ഒരു രക്ഷയില്ല. അതിമനോഹരമായ സ്ഥലം കേട്ടോ അത്. ഈ വഴി നിങ്ങൾ ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ ഉറപ്പായും ഈ വഴി വരണം. അത്രയും മനോഹരമായൊരു സ്ഥലം. ചിമ്നി ഡാം കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഈ വഴിയുണ്ടല്ലോ, ഒന്നൊന്നര വഴി കേട്ടോ അത്. ബ്യൂട്ടിഫുൾ പ്ലേസ്. ചെറിയൊരു അരുവി.
എന്താ ഭംഗിയില്ല, എന്താ പച്ച. ഓ, ഫ്രണ്ടിലൊരു കിടിലം സീൻ ഉണ്ടല്ലേ, മലകള് രണ്ട് സൈഡിലും റബ്ബർ തോട്ടം, അതിൻ്റെ അപ്പുറത്ത് മല, അതും പല നിറങ്ങളിലുള്ള മല. ഓ ഓ ഓ, ഈ വഴി നോക്കിയേ, എന്താ രസം. എത്ര കിലോമീറ്റർ ആ, 2 റബ്ബർ തന്നെയാണ്. എന്താ സംഭവം. ഒരു മഴയും കൂടി ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. മലയുടെ കളർ നോക്കിയേ, പല ഷെയ്ഡിലാണ് കിടക്കുന്നത്, ക്ലൗഡ്സിന്റെ കാരണം. ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ആനയാണെന്ന്, വലിയൊരു പാറയത്. എവിടെ അതാ നിൽക്കുന്നു. അയ്യോ, രാത്രി കണ്ടായിരിക്കും പേടിച്ചു. രാത്രി കാണയില്ല. പ്രത്യേക ഭംഗിയുള്ള സ്ഥലമാണ്. പക്ഷെ കാട് ഇങ്ങനെ അത്ര ഉയരത്തിലുള്ള വലിയ കാട് ബാക്ക് സൈഡിലാണ്. ഇതിപ്പോ ഇവിടെ വഴിയിൽ വെട്ടിത്തെളിച്ച് റബ്ബർ വെച്ചിരിക്കാന്ന് തോന്നുന്നു. ഇതിന്റെ ബാക്കിൽ മൊത്തം കാടാണ്. വീണ്ടും വലിയ വലിയ റബ്ബർ കൂറ്റൻ റബ്ബർ മരങ്ങൾ. റോഡാണ്, നല്ല സുഖമുള്ള റോഡാണ്. അത് മറ്റേ കുറച്ചു മുമ്പ് വരെ ഭയങ്കര ബമ്പിയായിട്ടുള്ള റോഡായിരുന്നു. കുലുങ്ങി 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 ഇങ്ങനെ പോകുന്നു. നല്ല രസമുള്ള റോഡാണ്. ശ്രീ വസുപ്രസാദ് പ്ലാന്റേഷൻസ്. വെയിലെന്ന് പറഞ്ഞ സാധനം അടിക്കുന്നില്ല ഇവിടെ, അല്ലേ? വെയില് വരാൻ സാധ്യത ഇല്ല ഇവിടെ നിന്ന്. ഒരു 4 മണിയാകുമ്പോഴേക്ക് ഇരുട്ടാവട്ടെ അവിടെ, ഉറപ്പാണ്. മഴ പെയ്താൽ രക്ഷയില്ല. ഓ, സ്ട്രെയിറ്റ് റോഡ്, സ്ട്രെയിറ്റ് റോഡ്. ഇതുണ്ട്, അതിന്റെ മുകളിൽ ഇങ്ങനെ കറക്റ്റ് ലൈനിലാണ് എല്ലാ മരങ്ങളും നിൽക്കുന്നത്. ഒരു മരം നോക്കിയേ, ലൈനിലാണ് ആ മരങ്ങൾ. കറക്റ്റ് ആ മെഷർമെന്റ് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ആഹാ, കറക്റ്റ് കണ്ട, ഒറ്റ ലൈൻ അങ്ങനെ നിൽക്കും. പിന്നെ ഈ നീല കളർ അതിന്റെ മുകളിൽ വരുമ്പോ ഉണ്ടല്ലോ, അതെന്തോ അത് മഴ നനയാതിരിക്കാൻ വേണ്ടി അതുണ്ടാവും. പക്ഷെ എനിക്കിവിടെ മഴ നനയാതിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ എന്തായാലും ചെയ്യുന്നതായിരിക്കും. ചെറിയൊരു അരിയും പോകുന്നുണ്ട്. നല്ല രസമുള്ളൊരു അരി, നല്ല ക്ലീൻ വാട്ടറാണ്. ശരിയാണ്, അധികം കുത്തൊഴുക്കൊന്നുമില്ല. എന്തായാലും നല്ല മെല്ലനെ ഒഴുകി വരുന്നൊരു ചെറിയൊരു അരി.
മരത്തിന്റെ പേര് നോക്കിയ ഇതുണ്ടോ? ആ പേരാണിത്. എന്തല്ലോ എന്റെ പൊന്നു, എന്റെ അമ്മോ, എന്ത് വലിയ മരം അത്. ഇത് ഏത് മരം അത്? ഇതെന്ത് മര? ചീനി. ആ, ഒന്നും ഉപയോഗിക്കില്ല അതിന്. അത് ശരി. എത്ര വലുതാവില്ല അത്? ഇത് എത്ര വർഷം ഉണ്ടാവുക? 100-ന്റെ മുകളിൽ ഉണ്ടാവും അല്ലേ? ആ, അത് ശരി. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ അരുവി കണ്ടപ്പോൾ ഒന്ന് നിർത്തിയതാട്ടാ നമ്മൾ ഷൂട്ട് ചെയ്യാൻ. ഒരു ഐസ്ക്രീം ഷോപ്പുണ്ട്. എന്താ തണുപ്പ് വേണ്ട, കുഴപ്പമില്ല, നോർമൽ മതി. ഒന്നൊന്നര മരം, ചീനി മരം. രാവിലെ രാത്രി രാവിലെ കയറി പോണ സമയത്ത് എത്ര നേരത്ത് 1 കിലോമീറ്റർ അങ്ങനെ നമ്മൾ ആ കടയിൽ നിന്നും ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ആ ചേട്ടനോട് കുറച്ച് കുശലൊക്കെ പറഞ്ഞ് അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിറങ്ങി വീണ്ടും യാത്ര തുടരുകയാണ്. വീണ്ടും മുന്നിലേക്കുള്ള വഴി അതിമനോഹരമായിരിക്കുന്നു. ഇരുവശത്തും റബ്ബർ മരങ്ങൾ തഴച്ചു വളർന്നു നിൽക്കുന്നു. ഒരു ചെറിയൊരു അരുവി കണ്ടപ്പോൾ നമ്മൾ നിർത്തിയാണ്. കണ്ടില്ല, മനോഹരമായ ഒരു അരുവി. ഈ അരുവിയുടെ ഒരു പ്രത്യേകത, അതിൻ്റെ കുറുകെ ഒരു മരം വീണ് കിടക്കുന്നുണ്ട്. ഒരു ചെറിയൊരു പാലം പോലെ കിടക്കുന്ന കണ്ടില്ലേ. എച്ചുകളുടെ സ്ഥലം കണ്ടെത്തി. എച്ചിപ്പാറ റോഡ്. അപ്പോൾ വേറൊരു അരുവി കണ്ടില്ലേ. എന്താ ശരിക്കും ഏറേതോ രാജ്യത്ത് പോയതുകൊണ്ട്, യൂറോപ്പിലൊക്കെ പോയ പോലുണ്ടല്ലേ. ആ മരങ്ങളിങ്ങനെ ഉണങ്ങി നിൽക്കുന്നുണ്ട്. അല്ല, അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഇന്ത്യൻ എലിഫാന്റ്. പശുവൊക്കെ എന്ത് ഹെൽത്തി ആയിരിക്കില്ല തിന്ന് വന്നിട്ട്. ചിമ്നി വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഗേറ്റിന്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്.